ഈ ദൗത്യം എപ്പോൾ തുടങ്ങും എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരമില്ലെങ്കിൽ കൂടി ദൗത്യവും നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു വിലയിരുത്തലിലേക്കൊക്കെ എത്താൻ സാധിക്കുന്നുണ്ടോ? സേതു, മണ്ണുണ്ടി കോളനി പരിസരത്ത് ആന ഉണ്ട് എന്ന് വനം വകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. റേഡിയോ കോളറിൽ നിന്നും സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ പരിസരത്ത് ആനയുണ്ട്. നമ്മളിപ്പോൾ ഈ കോളനി ഒരു വീടിന് മുൻപിലാണുള്ളത്. ഇതിനപ്പുറത്ത് ഈ ചുറ്റും വനമേഖലയാണ്. കേരളത്തിൻ്റെ വനമുണ്ട്, തൊട്ടപ്പുറത്ത് കർണാടക ഫോറസ്റ്റുമുണ്ട്. അപ്പോൾ ഈ പരിസരത്ത് എവിടെയോ ആന ഉണ്ട് എന്നതാണ് റേഡിയോ കോളർ സിഗ്നലിൽ നിന്നും വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അതെവിടെ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഈ വീട്ടുകളിലൊക്കെയുള്ള ആളുകൾ ഈ ആനയുടെ വല്ല ശബ്ദം കേട്ടിരുന്നോ? രാത്രി കരഞ്ഞ ഒച്ച കേട്ടു. അക്കരെ അക്കരെ കാട്ടിൽ ആന ഇറങ്ങാറുള്ള സ്ഥലമാണോ ഇവിടെയൊക്കെ? ഞാൻ ഇറങ്ങും. പേടിയുണ്ടോ? പേടിയുണ്ട്. രാത്രിയൊക്കെ ഇറങ്ങി നടക്കാൻ പേടി. കുട്ടികളും ഒക്കെ ഈ തൊഴിലുറപ്പ് തൊഴിലിനൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആന ഈ വരുന്നത് ഈ പ്രദേശത്തേക്ക് എത്തുന്നത് ആശങ്കയുണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം ഈ ആന അക്രമകാരിയാണ്, ഒരാളെ കൊന്ന ആനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്ക തന്നെ ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ മണ്ണുണ്ടി കോളനി പരിസരത്ത് ആനയുണ്ട്. കോളനിയോട് ചേർന്ന് തന്നെ ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് എത്തി ഈ ഓപ്പറേഷൻ, ഈ ദൗത്യം എപ്പോൾ തുടങ്ങും എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. ദൗത്യം തുടങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് എപ്പോൾ എങ്ങനെ എന്ന കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ മണ്ണുണ്ടി കോളനിയിലുണ്ട്. 42 കുടുംബങ്ങൾ പാർക്കുന്ന കോളനിയാണ്. അപ്പോൾ ആ കോളനി പരിസരത്തായി ആനയുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു സ്ഥിരീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ ദൗത്യം തുടങ്ങുകയാണ് വേണ്ടത്. കുങ്കിയാനകളെ അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ കാര്യങ്ങളിലേക്കാണ്, അതായത് ദൗത്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ അതെങ്ങനെ വേണം എന്ന കാര്യത്തിലാണ് ഒരു സ്ഥിരീകരണം ഇപ്പോഴും ഇല്ലാത്തത്. കൊള്ളി പരിസരത്ത് ഏതായാലും ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ആന ആയതുകൊണ്ട് തന്നെ, അക്രമകാരിയായ ഒരു ആന ആയതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നത്. കോളനി നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ പോലീസുകാരൊക്കെ തന്നെ ഈ കോളനി പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് എവിടെയോ ആന ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദൗത്യത്തിലേക്ക് തന്നെ കടക്കും എന്ന് നമുക്ക്, അതായത് സ്വാഭാവികമായും ആന കാട് കയറി പോവുകയാണെങ്കിൽ ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇത്രയധികം നേരമായിട്ടും ആന കാട് കയറി പോകാത്ത പശ്ചാത്തലത്തിൽ അതൊരു ദൗത്യത്തിലേക്ക് തന്നെ നീങ്ങാനാണ് സാധ്യത. അങ്ങനെ നീങ്ങുമ്പോൾ അതിനുള്ള മുന്നൊരുക്കം എന്ന നിലയിലാണ് കൂടുതൽ പോലീസുകാരെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഈ പ്രദേശത്തേക്ക് വിന്യസിച്ചിട്ടുള്ളത്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ അനുയോജ്യമല്ലാത്തൊരു സ്ഥലത്താണ് ആന നിൽക്കുന്നതെങ്കിൽ ആ ദൗത്യത്തിന് മയക്കുവെടി വെക്കാൻ പാകത്തിലുള്ള സ്ഥലത്തേക്ക് ആനയെ ഒച്ചവെച്ച് മാറ്റേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് കൂടുതൽ ഈ വെടിയൊച്ച വെച്ച് മാറ്റാനുള്ള ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ പോലീസുകാരെയും ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ളത്. അതിനുശേഷം മാത്രമായിരിക്കും തുടർന്നുള്ള നടപടികൾ ഉണ്ടാകും. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കോളനി പരിസരത്ത് തന്നെ ആനയുണ്ട്. റേഡിയോ കോളർ സിഗ്നൽ അടക്കം ലഭിച്ച പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസുകാർ, കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ സ്ഥലത്തെത്തി കാര്യങ്ങൾ. ഒപ്പം മണ്ണുണ്ടി മേഖലയിൽ ആനയുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ രണ്ട് മേഖലകൾക്കും അടുത്തു തന്നെയാണോ വനപ്രദേശം? ഈ ആന ഒരു സ്വാഭാവികമായ ഒരു കാട് കയറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ കാട് വനമേഖല എന്ന് പറഞ്ഞത് ഈ പ്രദേശങ്ങൾക്ക് തൊട്ടടുത്താണോ? കൊല്ലപ്പെട്ട അജീഷിനെ കൊല ചെയ്ത കാട്ടാനയെ പിടിക്കാനുള്ള ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ് വനം വകുപ്പ്. ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം അതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ്. പക്ഷേ എപ്പോൾ ഈ ദൗത്യം ഉണ്ടാകും എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം, ഒരു വ്യക്തതയൊന്നും ഇനിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇനിയും ഈ ഒരു വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണവും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ദൗത്യം എപ്പോൾ നടക്കും എന്നൊരു കാര്യത്തിലും ഇനിയും വ്യക്തതകൾ വന്നിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ മണ്ണുണ്ടി മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ആർക്കും ഇനിയും ഒരു
ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഒരു പ്രതികരണങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. ഫെലിക്സിലേക്ക് വീണ്ടും പോവുകയാണ്. ഫെലിക്സ്, ഞാൻ നേരത്തെ ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആന ഉണ്ട് എന്ന് പറയുന്നത് മണ്ണുണ്ടി കോളനി മേഖലയിലാണ്, ഒപ്പം തന്നെ കുങ്കിയാനകൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് ബാവലി മേഖലയിലാണ്. അപ്പോൾ ആന ഒരു സ്വാഭാവിക കാട് കയറ്റത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കാട് വനപ്രദേശം ഈ മേഖലകൾക്ക്, ഈ രണ്ട് മേഖലകൾക്കും തൊട്ടടുത്താണോ? തീർച്ചയായും ആന ഈ പ്രദേശത്ത്, അതായത് മണ്ണുണ്ടി കോളനി പരിസരത്ത് തന്നെയായിട്ടാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. അത് ഈ ചേലൂർ എസ്റ്റേറ്റിനോടും ഒപ്പം തന്നെ ബാവലിയോടും ചേർന്ന പ്രദേശം തന്നെയാണ്. ചേലൂർ എസ്റ്റേറ്റിൽ ഈ ആനയുടെ സിഗ്നൽ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോളനിയിൽ തന്നെ താമസിക്കുന്ന ചേട്ടാ, ഈ ആനയെക്കുറിച്ച് നിങ്ങൾ കണ്ടിരുന്നോ? ആന ഒച്ച കേൾക്കുക എന്തെങ്കിലും ചെയ്തോ? അതിവിടെ കരിയുന്ന കേട്ടു നമ്മൾ. അതായത് ഈ പുഴ സൈഡ്, ഇത് വലിയ പുഴ സൈഡാണ്, ബാവലി പുഴ. അതിന് ഇപ്പോൾ വലിയായിട്ട് അവിടെയാണ് ഈ കരിയുന്ന സൗണ്ട് നമ്മൾ ഒച്ച കേട്ടത്. അപ്പം നമുക്ക് ആ ഒച്ച കേട്ടതിൻ്റെ സ്ഥിതിയിലാണ് നമുക്ക് എല്ലാവരും അറിയിപ്പ് തന്നത്, ഇങ്ങനൊരു സ്ഥലത്ത് ആനയുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഇവിടെ എല്ലാവരും ഇപ്പോൾ ഞായറാഴ്ച ലീവായതുകൊണ്ട് എല്ലാവരും വിറകിന് പോകുന്നവരാണ്, വിറകെടുക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കുടുക്ക് അതിൽ വരരുത്, അതുകൊണ്ട് എല്ലാവരും അറിയിപ്പ് തന്നു. അങ്ങനെ അറിയിപ്പ് തന്ന രീതിയിൽ ആരും വിറകിന് പോലെ ഇന്ന് ഞായറാഴ്ച ലീവ്, കുടുംബശ്രീ അങ്ങനെയുണ്ട്, പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ കുറച്ച് വിറകെടുക്കണം. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഉദ്ദേശിച്ച് ഇങ്ങനെ വിറകിന് പോവാൻ നിൽക്കുന്ന സമയത്താണ് ഇവർ വിളിച്ച് പറയുന്നത്. ഒരു 6:45, ഒരു 7 മണിയാകുന്നതിൻ്റെ ഉള്ളിൽ വിളിച്ച് പറഞ്ഞ് എവിടെയും പോകരുത്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ആന ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡാണ്, അപ്പോൾ നമ്മൾ ഈ വലിയ പുഴേൻ്റെ അവിടെയാണ് എല്ലാവരും പറഞ്ഞ് കരിഞ്ഞെന്ന്. പക്ഷേ അതേ സമയത്ത് ആന അവിടെ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്, അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ സമയത്ത് ഒരു 10 മിനിറ്റ് വേണ്ടല്ലോ ഇതിൽ ഇറങ്ങാൻ. അപ്പം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്താക്കി, ആയിക്കോട്ടെ നോക്കാം. അപ്പം നമ്മൾ ഇവിടുത്തെ വാർഡ് മെമ്പർ വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആയിക്കോട്ടെ, നമ്മൾ ശരി. ചേലൂർ, അത് എൻ്റെ എസ്റ്റേറ്റ്, ചേലൂർ എസ്റ്റേറ്റിലാണ് ഈ ആന ഉള്ളത്. ഇപ്പോൾ ഉള്ള നേരെ മുന്നേ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾക്ക് ഇവിടെ അറിയിപ്പ് വന്നത്, ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് പുഴയാ, ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വലിയ പുഴയാ. ഇവിടുന്ന് ഒരു 10-30 മീറ്റർ ഉണ്ടാവും. നമുക്ക് ആശങ്കയൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 6 മണിക്ക് പണിക്ക് പോകുന്നവരാ ഇവിടുന്ന് എണീച്ചിട്ട്. ഇപ്പം ഏത് സമയത്ത് ഇവിടെ ആന ഇറങ്ങുന്ന സമയമാണ്. നമ്മൾ പിന്നെ കുടക് ഭാഗത്താ പണിക്ക് പോകുന്നത്. രാവിലെ 6 മണിക്ക് നമ്മൾ എണീച്ച് 4-4:30 എണീച്ച് പണിക്ക് പോകുന്ന 6:30 ആകുമ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ പണിക്ക് പോകുന്നവരെല്ലാവരും, ഇവിടുത്തെ ഉള്ളവരെല്ലാവരും കുടക് ഭാഗത്ത് പണിയാണ്. നമുക്ക് പേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്, മക്കളെ പോറ്റണ്ടേ. അപ്പം നമ്മൾ പണിയില്ലാണ്ട് നിൽക്കാൻ പറ്റില്ല നമുക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേടിച്ച് ഇതായി വിറക് പെറുക്കാൻ പോകാൻ പറ്റില്ല. കാട്ടിൽ പോക്ക് നടക്കൂലല്ലോ, ഇതല്ലേ സംഭവം. അപ്പം എങ്ങനെയെങ്കിലും ഒരു കെട്ട് 2 കെട്ട് വിറക് ഇവിടെ കൊണ്ടിട്ടാലേ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. ഈ കഞ്ഞി നമുക്ക് അല്ലെങ്കിൽ നടക്കൂലല്ലോ, അരി മാത്രം കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വിറക് എടുക്കാൻ പറ്റാത്ത സ്ഥിതി ആയിട്ടുണ്ട് ഇപ്പോൾ. കാട്ടിൽ പോയിട്ട് വിറക് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഇപ്പോൾ. ഒരു കെട്ടാണെങ്കിലും നമുക്ക് കൊണ്ടുവന്നാലേ ഒരു നേരം കഞ്ഞി വെക്കാൻ പറ്റുള്ളൂ, ഇത് തീ കത്തിച്ചിട്ട്. അപ്പം ആ ഒരു സ്ഥിതിയായി നമുക്ക് വിഷമങ്ങളാണ് ഇപ്പോൾ വരുന്നത്, ബുദ്ധിമുട്ടാണ്. അത്രയും ഹലോ